അപ്പോൾ ഞാനിന്ന് ഉപ്പുമാവ് ഉണ്ടാക്കാൻ പോകുകയാണ്. അപ്പോൾ പാത്രം വെച്ചു, ചൂടാക്കി, റവ ഇട്ടു. എലൈറ്റിൻ്റെ റവയാണ് ഇട്ടത്. നമ്മളൊന്നുകൂടെ ഒന്ന് ചൂടാക്കി എടുക്കുകയാണ്. പിന്നെ നമ്മൾ എത്ര വറുത്ത റവയായാലും അത് ചൂടാക്കുന്നതായിരിക്കും. ഇനിയിപ്പോൾ ഒരു തേങ്ങ എടുത്ത് പൊട്ടിച്ചു, തിരുമ്മി വെച്ചു. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് നമ്മുടെ വെജിറ്റബിൾ എല്ലാം ഒന്ന് അരിഞ്ഞ് വെക്കണം. അപ്പോൾ ക്യാരറ്റ് ഉണ്ട്, ബീൻസ് ഉണ്ട്, സവാളയുണ്ട്, പച്ചമുളകുണ്ട്, ഇഞ്ചിയുണ്ട്, നമ്മുടെ അത്യാവശ്യം അണ്ടിപ്പരിപ്പ്, ഉണക്കമുന്തിരി ഉണ്ട്. ഇതെല്ലാം ഞാൻ അരിഞ്ഞ് സെറ്റാക്കി വെച്ചു, തേങ്ങ തിരുമ്മി വെച്ചു. അപ്പോൾ ഇനി നമുക്ക് അടുത്ത പരിപാടി റവയൊന്ന് അപ്പുറത്തെ ഒരു പാത്രത്തിൽ മാറ്റി വെച്ചു. പാത്രം ചൂടാക്കി നാടൻ വെളിച്ചെണ്ണ ഒഴിച്ചു. അപ്പോൾ ഇനി അടുത്ത പരിപാടി നമ്മുടെ കടുക് പൊട്ടിക്കുന്ന ചടങ്ങാണ്. അത് കടുക് ഇട്ടു. ഇനി 2 വറ്റൽമുളക് ഞാനിപ്പോൾ മുറിച്ചിട്ടു. അപ്പോൾ ഇനി അടുത്ത പരിപാടി ഇതാണ്ട് നമ്മുടെ ഐറ്റംസ് എല്ലാം ഒന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഒരുപാടൊന്നും ഇട്ട് വഴറ്റണ്ട. അപ്പോൾ നമ്മുടെ പിന്നെ സവാള, പിന്നെ ബാക്കി അരിഞ്ഞ് വെച്ചിരുന്ന വെജിറ്റബിളെല്ലാം അതിനകത്ത് ഞാൻ ചേർത്തിട്ടുണ്ട്. ഇനി ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുത്താൽ മതിയാകും. അപ്പം ക്യാരറ്റ് എല്ലാം ഞാൻ ആ പാത്രത്തിലേക്ക് ഇട്ടു. ഇനി ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇഞ്ചി നമ്മുടെ ഉപ്പുമാവിന് ഏറ്റവും ടേസ്റ്റ് കൂട്ടുന്ന സാധനമാണ്. അതെല്ലാവർക്കും അറിയാമെന്ന് എനിക്ക് അറിയാം, എങ്കിലും ഞാനൊന്ന് പറഞ്ഞതേ ഉള്ളൂ. ഇനി ഇതെല്ലാം ഒന്ന് ലൈറ്റായിട്ടൊന്ന് വഴറ്റിയെടുത്താൽ മതി. അപ്പോൾ ഈ സമയം ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടു, ലേശം. പിന്നെ ആവശ്യത്തിന് ഉപ്പിട്ടു. പിന്നെ നമുക്ക് ഉപ്പ് വേണമെങ്കിൽ പിന്നെ നമുക്ക് പിന്നീട് ചേർത്ത് കൊടുക്കാം. അപ്പം ഞാൻ എല്ലാം കൂടെ ഒന്നുകൂടെ അത്യാവശ്യം വഴറ്റി ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു. ഈ സമയം ഞാൻ തേങ്ങ അതിനകത്ത് ചേർത്തിട്ടുണ്ട്. ഈ സമയം തേങ്ങ ചേർക്കുമ്പോൾ ആ തേങ്ങ അതിനകത്ത് കിടന്ന് വെന്തിട്ട് ആ തേങ്ങാപ്പാലിനകത്ത് കിടന്ന് നമ്മുടെ റവ ഞാനിങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ്, അല്ലെങ്കിൽ കട്ട പിടിക്കും. അപ്പോൾ അതെല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചു. ഇനി നമ്മൾ പാത്രമൊക്കെ അടച്ച് വെച്ചിട്ടാണ് അതൊന്ന് വേവിച്ചെടുത്തു. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഇങ്ങനെ അടയ്ക്കും, പിന്നെ ചെറുതീയിൽ നിന്നിട്ട് പിന്നെ നമ്മളൊന്ന് ഇളക്കിയെടുക്കും. ഇപ്പം ഞാൻ ഒരു 2-3 തുള്ളി നാരങ്ങാനീരൊന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു ചെറിയൊരു ടേസ്റ്റും പുളിയും ഒക്കെ വരാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ കുറച്ച് ആവശ്യത്തിന് നെയ്യ് ഒഴിച്ചു. അപ്പോൾ ഭയങ്കര ടേസ്റ്റാണ് നമ്മുടെ ഉപ്പുമാവിന് നെയ്യ് ഒഴിക്കുമ്പോൾ. അതെല്ലാവർക്കും അറിയാമല്ലോ. അങ്ങനെ എല്ലാം ഒന്ന് റെഡിയാക്കി അങ്ങനെ നമ്മുടെ ഉപ്പുമാവ് സെറ്റായി. അപ്പോൾ ഉടൻ തന്നെ ആ ചൂടോട് ഞാൻ കാസ്ട്രോളിലേക്ക് മാറ്റി. അപ്പോൾ അങ്ങനെ വെക്കുമ്പോൾ നമ്മുടെ ഉപ്പുമാവ് എത്ര സമയം വേണമെങ്കിലും സോഫ്റ്റായിട്ട് ഇരുന്നോളും. ഇതാണ് ഇന്നത്തെ എൻ്റെ ഉപ്പുമാവ് വിശേഷം. ഓക്കെ, ടാറ്റാ, ബൈ ബൈ.